ഹായ്, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരു ചെറിയ യാത്രയിലാട്ടോ. കൂടെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. എങ്ങോട്ടാണെന്നല്ല അതൊക്കെ വഴിയെ പറയാം കേട്ടോ. പാവല്ലേ, ഞങ്ങളുടെ സിംഗേഴ്സൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ അല്ലേ. ഞങ്ങളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്നല്ലേ, ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. അവിടെ മനുശ്ശേരിയിൽ വരിക്കാശ്ശേരി മന കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി പേരുണ്ടാവും എന്നുള്ള ഒരു തോന്നലോട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കടക്കുന്നത്. പിന്നെ ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു നിബന്ധന എഴുതി വെച്ചിട്ടുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല, അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, അതിൻ്റെ സമയം പാസ് മൂലമായിട്ടോ അവിടേക്ക് പ്രവേശനമുള്ളത്. അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിന്ന് തിരിയാനിവിടെ സ്ഥലമില്ല, അത്രയും ആളുകളുണ്ട്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. എന്നിരുന്നാലും നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നാലുകെട്ടാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നടുമുറ്റത്ത് തന്നെയായിട്ട് തുളസിത്തറ ഉണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മനയുടെ ഓരോ ഭാഗത്തേക്കും കാണാൻ പോകും തോറും ഇവിടുന്ന് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗം കാണുമ്പോഴും നമുക്കത് ആ സിനിമയിലുള്ളതല്ലേ, ഇവിടുന്ന് വെച്ചിട്ടല്ലേ ആ ഒരു സീൻ നടന്നത്, ഓരോ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ആ കിണറും ആ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാം. മെയിനായിട്ട് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ആ കസേര എന്നും മായാതെ മങ്ങാതെ കിടക്കുന്ന ഒരു ഓർമ്മയാണല്ലോ. ഇതൊക്കെ വീണ്ടും ഓർക്കാനായിട്ട് നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആ ഒരു കോവിലകം, ഈ ഒരു കോവിലകത്തു നിന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട്ടിൽ നിന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. മംഗലശ്ശേരി നീലകണ്ഠനെയും ആറാം തമ്പുരാനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.